ഇന്ധനവില കയറ്റിലേക്ക് മുങ്ങിത്താഴുകയാണ് പാകിസ്ഥാൻ. പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും കൂടുതലായി തന്നെ ബാധിച്ചത് അയൽ രാജ്യമായ പാകിസ്ഥാനെയാണ് എന്നതാണ് വ്യക്തമാവുന്നത്. ഇന്ധന പ്രതിസന്ധി ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയതും പാകിസ്ഥാനെയാണ്. രാജ്യം അടച്ചുപൂട്ടലിന്റെ ഗതികേടിലേക്ക് പോലും ആ ഒരു വക്കിലേക്ക് പോലും എത്തേണ്ട സാഹചര്യമുണ്ടായി. മാത്രമല്ല, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ഒരു മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലായിരുന്നു പശ്ചിമേഷ്യൻ സംഘർഷം അവരെ പിടിച്ച് കുലുക്കിയത്. ഇപ്പോൾ പാകിസ്ഥാനിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും അടക്കം വില കൂടിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനിടയിൽ ആഗോള എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ തവണയാണ് പാകിസ്ഥാനിൽ ഡീസലും പെട്രോളും അടക്കം ഇതിന്റെ വില വർദ്ധിക്കുന്നത്. ഡീസലിന്റെ വില എന്ന് പറയുന്നത് 54.9% വർദ്ധിച്ചുകൊണ്ട് ലിറ്ററിന് 520.35 എന്ന പാകിസ്ഥാൻ രൂപയായി തന്നെ ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം പെട്രോൾ വില 42.7% വർദ്ധിച്ചുകൊണ്ട് ലിറ്ററിന് 458.40 പാകിസ്ഥാൻ രൂപയായി തന്നെ ഉയർത്തിയിരിക്കുകയാണ്. പുതുക്കിയ നിരക്കുകൾ കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും പുതുക്കിയ നിരക്കുകൾ വെള്ളിയാഴ്ച മുതൽ, അതായത് നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ വർധനവ് കാരണം വില വർധന അത് അനിവാര്യമായിരുന്നു എന്നതാണ് പെട്രോളിയം മന്ത്രി അലി പർവേസ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. US ഇറാൻ യുദ്ധത്തിന് ശേഷം അന്താരാഷ്ട്ര വിപണിയിലെ വില നിയന്ത്രണാതീതമായതിനാൽ തന്നെ വില ഉയർത്തേണ്ടത് അനിവാര്യമായിരുന്നു. ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബിനൊപ്പം തന്നെ സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത ഒരു വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ ജനങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ സർക്കാർ പരമാവധി തന്നെ ശ്രമിച്ചുവെന്നും, എന്നാൽ വിഭവങ്ങൾ പരമാവധി അത് പരിമിതമായതിനാൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ സൂചനകൾ നിലവിൽ കാണാത്തതിനാൽ തന്നെ വില വർധനവ് സർക്കാർ നിർബന്ധിതരായി എന്നും, അതായത് ഇത്തരത്തിൽ വില വർദ്ധിപ്പിക്കാൻ ഇവർ നിർബന്ധിതരായി എന്നതാണ് ഇതിലൂടെ ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാൻ ഹോർമുസ് ജലപാത അടിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ലോകത്തിലെ ഊർജ്ജ വിതരണത്തിന്റെ 1/5 ഭാഗവും ഹോർമുസ് ജലപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഏഷ്യയിലാണുള്ളത്. പാകിസ്ഥാൻ ഇറക്കുമതി എണ്ണയും വാതകത്തെയും ആശ്രയിക്കുന്ന രാജ്യവുമാണ്. അതേപോലെ തന്നെ യുദ്ധം ആരംഭിച്ച മാർച്ച് 6-ന് അവർ നേരത്തെ തന്നെ വില 20% വർദ്ധിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ ഇവിടെ വലിയ രീതിയിൽ ഇന്ധനം ലഭിക്കുന്നതിനായി തന്നെ ചിലവ് ചുരുക്കൽ നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ മാത്രമല്ല, ഇക്കാര്യങ്ങൾ പുറത്തിറക്കുകയും നിരവധി സർക്കാർ ഓഫീസുകൾ ആഴ്ചയിൽ 4 ദിവസത്തെ പ്രവൃത്തി ദിവസത്തേക്ക് മാറുകയും സ്കൂൾ അവധി ദിവസങ്ങൾ നീട്ടുകയും ചെയ്തിരുന്നു. ചില ക്ലാസുകളാകട്ടെ ഓൺലൈനായി തന്നെ മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് പാചകവാതകത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു ദ്രവീകൃത പെട്രോളിയം വാതകത്തിന്റെയും ചില കരാറുകളിൽ അവിടെ ഉപയോഗിക്കുന്ന ക്രംസ് ചെയ്ത പ്രകൃതി വാതകത്തിന്റെയും വില 29% വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.